പോയ പോലെ പോണേ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോ ഇന്ന് എവിടെ പോകുന്നേ? നമ്മളിന്ന് വട്ടവട. നമ്മളിപ്പോ ട്രിവാൻഡ്രത്തിൽ യാത്ര തിരിച്ച് ഇപ്പൊ എവിടെ എത്തി? നമ്മളിപ്പോ കൊല്ലം ചടയമംഗലമൊക്കെ കഴിഞ്ഞു, കൊട്ടാരക്കര എത്താറായി. നമ്മൾ രാവിലെ ആവുമ്പോ എത്തുമായിരിക്കും അല്ലേ? രാവിലെ ആവുമ്പോ വട്ടവട എത്തണം. അതാണ് ഇപ്പോഴത്തെ. വെട്ടമൊക്കെ വന്നു തുടങ്ങി, മഞ്ഞൊക്കെ മാറി, കോടയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല. അപ്പൊ ഇപ്പം വെയിലായി തുടങ്ങിയില്ല, വെട്ടം വന്നു തുടങ്ങി അല്ലേ? അതെ, നമ്മളിപ്പോ ഒരു 10 മണിക്കൂർ കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുവാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പോൾ ഓടിച്ച് നമ്മളിപ്പോ വട്ടവട എത്തി. വട്ടവടയിൽ നിന്ന് നമ്മൾ അകത്തോട്ടിങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുവാണ്, സ്റ്റേയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഹായ്, അങ്ങനെ നമ്മളിപ്പോ ബോവിഡയിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയൊരാളാണ്. പറയടാ, കാശി. അപ്പൊ കാശി എവിടെ നിന്നാണ് വരുന്നത്? കരിപ്പൂര്. ഓക്കെ. അപ്പം നമ്മളൊക്കെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ബാക്കിലാണ്, കുറച്ച് ടെന്റിലാണ്. കുറച്ച് ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോവിഡെ വുഡ്സിലാണ് ഇപ്പോ. നമ്മുടെ ലെഫ്റ്റ് സൈഡില് വലിയ പാറയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 9 മണി തൊട്ട് ഡ്രൈവ് ചെയ്യുവാണ്. ഇവിടെ ഒരു രാവിലെ ഒരു 8 മണി എങ്ങാണ്ട് ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഓഫ് റോഡ്. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ലഞ്ച് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ട് ഇങ്ങോട്ടേക്ക് പോകാനാണ്. കൊള്ളാം. നമ്മൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെളിയൊന്നുമില്ല, പക്ഷേ
നല്ല സ്റ്റീപ്പാണ് ഇവിടെയൊക്കെ ആൻഡ് ഭയങ്കര നാരോ ആണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ജിപ്സി കുറച്ചുകൂടെ വിട്ട് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളന്ന് അമ്പൂരി പോയതുപോലെ ടൈറ്റ് അല്ല, എന്നാലും ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് നല്ല ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നാരോ ആണ്. അതെ, കുറെ പാറയൊക്കെ ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഭയങ്കര ഹാർഡാണ്, ചില സ്ഥലത്ത് ഭയങ്കര ലൂസ് സോയിലാണ്. കുറച്ചധികം മുകളിലോട്ട് എത്തിയല്ലേ. പക്ഷെ ഇത് നല്ല വെതർ ആണല്ലേ. കാര്യം നമ്മൾ തുടങ്ങിയപ്പം കുറച്ച് വെയിലായിരുന്നു. യെസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ വെയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെയിലൊക്കെ മാറി, ഇപ്പൊ നല്ലൊരു ക്ലൗഡി എന്താ പറയുക, നമ്മൾ ഭയങ്കര മൂടിയൊന്നും കിടക്കുന്നില്ല, വെട്ടവും ഉണ്ട്. പക്ഷെ നമുക്കൊരു ചെറിയ തണുപ്പും കിട്ടുന്നുണ്ട്, കാറ്റ് കൂടി. അങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ വേർത്തൊന്നും ഒലിക്കുന്നില്ല.
അത്രയും ഓടിക്കാൻ കേറിക്കോ കുഴപ്പമില്ല. കേറിപ്പോ Stop.
സ്ട്രേറ്റ് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ റൈറ്റിൽ കുടിക്കും. Straight ആക്കി കേറി. മെല്ലെ. കേറി വാ. കേറി വാ. അത്ര അയക്കുമ്പോ ഒറ്റടിക്ക് ലെഫ്റ്റ് എടുക്കണം. ഇത് വളരെ ചപ്പി ഇതിന്റെ അകത്ത് കിടന്ന ബിസ്ക്കറ്റ് ആണ്. ഇതിന്റെ അകത്ത് കിടന്നു. ഈ 3 ടെറയും കയറി കഴിഞ്ഞപ്പോ അതിന്റെ പ്രഷറും ഉണ്ട്. ലേസിന്റെ പാക്കറ്റ് പോലെ ഇപ്പോൾ ഒരു 3-4 നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള 1-2 പോർഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ടൊരു 3-4 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ എല്ലാ വണ്ടികളും അതൊക്കെ ഓവർകം ചെയ്തു. എല്ലാ വണ്ടിയും കയറി, എല്ലാ വണ്ടിക്കും കയറാൻ പറ്റി. ഇച്ചിരി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ വണ്ടികളും കയറി. ചില വണ്ടികൾ ഈസി ആയിട്ട് കയറി, ചിലതൊക്കെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. എന്നാലും ഇപ്പോൾ എല്ലാം അത്
അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മേലെ എത്തി. നമ്മൾ ഇനി കുറച്ചുകൂടെ മേലോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ പോയ വഴി തന്നെ തിരിച്ച് റിട്ടേൺ അടിക്കും. ഇറക്കി അതേ ആംഗിൾ പോയി കഴിഞ്ഞ് കുറച്ചുകൂടി ലെഫ്റ്റ് ഓടിച്ചോ. അത് വിട്ടിട്ട് തിരിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പിന്നെ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. കേടുന്നതുപോലെ ടാസ്ക് തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്നതും. ഇത് ജസ്റ്റ് ട്രെയിലർ മാത്രം. സ്റ്റേ ട്യൂൺഡ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. നന്ദു ഇതൊന്ന് നോക്കൂ.